السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹാദരണീയരായ എൻ്റെ രക്ഷിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ പ്രൗഢമായ ഒരു ക്ലാസ് നമ്മളെല്ലാവരും ആസ്വദിച്ച് നമ്മെക്കുറിച്ച് തന്നെ ഒരു ചിന്ത നടത്തി ഇരിക്കാൻ അള്ളാഹു നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. റമളാനിന്റെ ആത്മാവായ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഒരു 12:30 വരെ ഉള്ള ഒരു സമയം എനിക്ക് സംസാരിക്കാനുള്ളത്. ഇപ്പൊ ഒരു 2-3 ദിവസമായിട്ട് പത്രത്തിലുള്ള വാർത്ത ഒരു ചികിത്സ പിഴവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താ, ഒരു ഉഷ ജോസഫ് ആലപ്പുഴല്ലേ, അവരുടെ ശരീരത്തില് ഓപ്പറേഷൻ ചെയ്തപ്പോ എടുക്കാൻ മറന്നൊരു കത്തറിന്റെ വാർത്ത നമ്മൾ വായിച്ചിരുന്നു. ഞാൻ അത് പറയാനല്ല അത് പറഞ്ഞത്, ഒരു ചികിത്സ പിഴവാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് ചികിത്സക്ക് ഏറെ പ്രസിദ്ധമായ ഒരു കാലാണ്. യഥാർത്ഥത്തിൽ ഹോട്ടലും ഹോസ്പിറ്റലുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതായത് രോഗത്തെ അത്രമാത്രം മനുഷ്യർ പേടിക്കുന്നുണ്ട്, പേടിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ചികിത്സ എവിടെ കിട്ടും എന്നതും ആ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. ആവശ്യക്കാര് ഏറെ ആയി എന്നർത്ഥം. ഞാൻ പറയുന്നത്, നമ്മുടെ ഈ ശരീരം അത് റൂഹ് ഉണ്ടാകുമ്പോഴാണ് അതുകൊണ്ട് പ്രയോജനം ലഭിക്കുക. റൂഹ്, നഫ്സ്, നമ്മുടെ മനസ്സ് ഇതേപോലെ ചികിത്സ ആവശ്യമുള്ളതാണ്. നമുക്ക് ക്യാൻസർ ബാധിക്കുന്നതിനേക്കാൾ, നമുക്ക് അറ്റാക്ക് വരുന്നതിനേക്കാൾ കഠിനമായ രോഗങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കും. മനസ്സ് രോഗിയായാൽ ചില രോഗങ്ങൾ നമുക്ക് ചികിത്സിച്ചാൽ ഫലം കാണാത്തത് പോലെയാകും. ആ രോഗം സ്ഥായിയായിട്ട് നിന്നാലേ പിന്നീട് ആ രോഗത്തിന് എത്ര മരുന്ന് കുടിച്ചാലും മാറൂല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ തെറ്റുകൾ ആവർത്തിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ പിന്നെ ആ രോഗം അവനിൽ സ്ഥായിയാകും. അത് പിന്നെ ചികിത്സിച്ചാൽ മാറൂല. ഞാൻ പറയണത് ശ്രദ്ധിക്കണില്ലേ? ഇത് നമ്മളെ കുറിച്ചായിട്ട് പറയണേ, ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ പറയാം. നമ്മൾ സ്ഥിരമായി ഒരു തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ കല്ലാ ബൽറാന അലാ ഖുലൂബിഹിം, ഹൃദയം കടുത്തു പോകാനാ. അത് തെറ്റുകൾ ആവർത്തിക്കുമ്പോഴാണ്. ആ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ പിന്നീട് അള്ളാഹു തന്നെ അവനങ്ങോട്ട് കൈവിടും. പിന്നീട് അവൻ എത്ര പ്രാർത്ഥിച്ചാലും. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചെടുത്ത് കാണാൻ പറ്റും, ചില ആളുകള് പിന്നെ എത്ര
എത്ര സമൂഹത്തിൽ നിന്ന് തെറ്റായ മോശമായ പ്രതികരണം ഉണ്ടായാലും അതേ തെറ്റെന്നെ ആവർത്തിച്ചു പോണ കാണാൻ പറ്റും. എല്ലാ സ്ഥലത്തും ഉണ്ടാവും, ആ തെറ്റ് വല്ലടത്ത് അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് പലപ്പോഴും അത് പിടിക്കപ്പെടും, വഷളാക്കപ്പെടും, എന്നാലും അതങ്ങനെ ആവർത്തിക്കും. ഇത് രോഗമാണ്. ഞാനിതിന്റെ നമ്മൾ ഈ ഹാളിലിരിക്കുമ്പോ, ഈ റമദാനിലിരിക്കുമ്പോ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ, ഞാൻ രോഗിയാണോ, ഞാൻ ക്യാൻസർ ഉണ്ടോ, അല്ലെങ്കിൽ ഇതൊന്നല്ല ഞാൻ ചോദിച്ചത്, നമ്മൾ മനസ്സുകൊണ്ട് രോഗിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. മനസ്സ് രോഗമാകും. ആ രോഗം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ രോഗം സ്ഥായിയാകും. ഹത്തായ എത്തിയക്കൽ യഖീൻ, അത് അവനെ മരണത്തെ വരെ അത് അവനെ കൊണ്ടെത്തിക്കും. പിന്നെ ശാശ്വതമായ നരകത്തിലായിരിക്കും അവൻ എത്തിപ്പെടുക. അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ഇതിന് ഒരു പരിഹാരമാണ് റമദാൻ. റമദാൻ ഒരു പരിഹാരമാണ്. വെള്ളിയാഴ്ച ഒരു പരിഹാരമാണ്. 5 നേരത്തെ നിസ്കാരം ഒരു പരിഹാരമാണ്. ഇതൊക്കെ ഇതിനുള്ള മരുന്നാണ്. ഇത് ശരിയാവണ്ണം ഒരാൾ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടെങ്കിൽ അള്ളാഹ് പറയാണ്, ഒരു വക്ത് മുതൽ ഒരു വക്തിനടിയിൽ സംഭവിക്കുന്നൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കും. ഒരു റമദാന് മുതൽ ഒരു റമദാന് വരെയുള്ളത് അള്ളാഹു പുറത്തു കൊടുക്കും. ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ളത് അള്ളാഹു പുറത്തു കൊടുക്കും. പറഞ്ഞിട്ടുണ്ട്. എപ്പോ? എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കാൻ പാടില്ല എന്ന ആഗ്രഹത്തോടു കൂടി, ഇഷ്ടത്തോടു കൂടി ജീവിക്കുന്ന ഒരാൾക്ക്. നോക്കൂ നിങ്ങൾ, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ എന്നൊരു ഹദീസ് ഉണ്ട്. ഒരു സത്യവിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന എന്നാണ്. ആയുധത്തിന്റെ പ്രത്യേകത എന്താ? ആയുധം അരിഞ്ഞു വീഴ്ത്തും എന്നുള്ളതാണ്. അതെ, അവന്റെ പാപങ്ങളെ മുഴുവൻ അരിഞ്ഞു കളയാൻ, അവനിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ അതിന് സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞു, അദ്ദുആഉ മിൻ അൻഫഅൽ അദ്വിയ, ഒരു മനുഷ്യന് ഏറ്റവും ഉപകാരപ്രദമായ ഔഷധം, മരുന്നാണ് പ്രാർത്ഥന. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അള്ളാഹ് രോഗത്തിന് നൽകിയ മരുന്നാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനന്റെ പ്രത്യേകത വഹുവ അദുവുൽ ബലാ, അത് ബലാകളുടെ, പരീക്ഷണങ്ങളുടെ ശത്രുവാണ്. നമ്മെ പരീക്ഷിക്കപ്പെടുന്ന ഈ തിന്മകൾ ചെയ്യാന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണമാണ്. അതിന് ചാൻസ് വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ പോകുക എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. അതിന് പെടുക, ആ പെടാതെ അത് പരീക്ഷണങ്ങൾക്ക് എതിരെയുള്ള പരീക്ഷണങ്ങളുടെ ശത്രുവാണ്, അവന്റെ തിന്മയുടെ ശത്രുവാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെ വിശദീകരിക്കുക? അത് ഈ ബലാകളെ പ്രതിരോധിക്കുന്നു, അത് ബലാകളെ ചികിത്സിക്കുന്നു, അത് ഇത്തരം പ്രയാസങ്ങൾ ഒരു മനുഷ്യന് ഉണ്ടാകുന്നതിനെ തടയുന്നു. ഇറങ്ങിയാൽ തന്നെ അത് അവന്റെ ജീവിതത്തിൽ വല്ലാതെ ബാധിക്കാതെ ഉയർത്തുകയോ കുറക്കുകയോ ചെയ്യുന്നു. അത്രണ്ട് പ്രാർത്ഥനന്റെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സിലാഹുൽ മുഅ്മിനാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. എല്ലാം പ്രാർത്ഥനയാണ്. നിസ്കാരം പ്രാർത്ഥനയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ നിസ്കാരത്തിന് നിൽക്കുമ്പോ ആ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നങ്ങോട്ട് ചൊല്ലുമ്പോ നമ്മളെ മനസ്സിന് വരണം, പടച്ചോനെ ഞാൻ നേരെ തന്നെ അല്ലേ നിൽക്കണത്, എൻ്റെ അടുത്ത് വല്ല പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നോക്കൂ നിങ്ങൾ, ഒരു നല്ല പ്രാർത്ഥന നടത്തുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുറദ്ദുൽ ഖദ്റ ഇല്ല ദുആ. അവന്റെ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന അല്ലാഹു അവന് വിധിച്ചതിനെ മാറ്റും എന്നാണ്. ഖളാ ഉണ്ടാവും. അള്ളാഹ് നമ്മളൊക്കെ ജനിക്കണതിന്റെ മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ വരെ മാറ്റാൻ റഹ്മാനായ റബ്ബ് തീരുമാനിച്ച ഒരു തീരുമാനം അള്ളാഹ് തന്നെ ഒരു അടിമയുടെ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന കൊണ്ട് തിരുത്തുമെന്നാണ്. ഇതിലും വലിയ ഓഫർ നമുക്ക് കിട്ടാണ്ടോ? ഓഫർ ഉണ്ടോ സഹോദരങ്ങളെ? ഇത് നമ്മൾ ചിന്തിക്കണം.
എന്നിട്ട് റസൂലുള്ള ദുനിയാവിൽ കിട്ടുന്ന വേറൊരു അനുഗ്രഹം പറഞ്ഞു, വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർ. അവനല്ല ആയുസ് കൊടുക്കും. ആ ആയുസ്സിൽ ബിർറ് ഉണ്ടാവുക, പുണ്യം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും ദാനധർമ്മം ചെയ്യാനും ആരോഗ്യത്തോടുകൂടി ബുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള ഒരു ആയുസ് റഹ്മാനായ റബ്ബ് അവന് നൽകും എന്നാണ്. ഞാനിത് പറയാൻ കാരണം, യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലുണ്ട്, പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആൻ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു അബദ്ധം കൂടി ഞാൻ പറയാം. ചെയ്യാലോ എന്ന് നമ്മൾ തീരുമാനിക്കും, ചെയ്യാലോ, പക്ഷേ നമ്മളത് കഴിഞ്ഞു പോയാലും ചെയ്തിട്ടുണ്ടാവില്ല. റമദാൻ വരുന്നതിന് മുമ്പേ നമ്മൾ തീരുമാനിച്ചാണ് ഇന്ന് കച്ചവടമൊക്കെ ഒന്ന് റെഡിയാക്കി, സ്കൂളൊക്കെ ഒന്ന് സെറ്റാക്കി, ഒന്നും കണ്ട് റെഡി ആയിട്ട് കുറച്ചും കൂടി ഒന്നും റെഡിയാണ്. പക്ഷെ ഇതുവരെ നമ്മൾ റെഡി ആയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇത് അങ്ങനെ അങ്ങോട്ട് കടന്നിട്ട് നമ്മുടെ മരണത്തിലേക്ക് കണ്ടെത്തും. ഇങ്ങനെ ഓരോ റമദാനും നമ്മിൽ നിന്ന് കടന്നു പോകാൻ, ആ കടന്നു പോകാതെ നമുക്ക് സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് പ്രാർത്ഥനയെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചു. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്നാണ് നമ്മളെ സംശയം, അല്ലേ? യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ പ്രാർത്ഥനക്കാണ് ഉത്തരം നൽകുക. ഖുർആനിലും ഹദീസിലും എത്രയെത്ര സംഭവങ്ങളാ നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ പറയാം. ആ കഥയിൽ 3 ആളെ കുറിച്ചാണ്. ആ 3 പേർ ഒരിക്കൽ ഇങ്ങനെ യാത്ര പോകുമ്പോ അവർ വിശ്രമിക്കാൻ വേണ്ടി ഒരു ഗുഹയിൽ കയറി. പക്ഷേ അവിചാരിതമായി ആ ഗുഹയുടെ വായ അടഞ്ഞുപോയി, ഒരു കല്ല് വന്ന് മൂടി. അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഹദീസ. ആ അവസരത്തിൽ അത് 3 തഖ്വയുള്ള മനുഷ്യന്മാരായിരുന്നു, നല്ല സൂക്ഷ്മതയുള്ള മനുഷ്യന്മാരായിരുന്നു. അവര് പറയാണ്, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നോക്കൂ നിങ്ങൾ, ഒരു സാധ്യതയും ഇല്ല എന്ന് തോന്നുന്നിടത്ത് അള്ളാഹു നൽകുന്ന അത്യത്ഭുതകരമായ രക്ഷപ്പെടുത്തലാണ്. ആ ഒരു മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവേ, എനിക്ക് ഉപ്പയമ്മയുണ്ട്, അവരെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ അദ്ദേഹം ആ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കണതന്നെ എന്റെ മക്കൾക്ക് കൊടുക്കുന്നതിന്റെ മുമ്പാണ്. അവരാവശ്യം കഴിഞ്ഞിട്ടുള്ള ബാക്കിയേ ഞാൻ കൊടുക്കുള്ളൂ. അത് റബ്ബേ, നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാൻ. ആ സമയത്ത് ഗുഹാ കവാടത്തിൽ കല്ലൊന്ന് നീങ്ങിന. രണ്ടാമത്തെ വ്യക്തി പറയാൻ, പക്ഷേ എനിക്ക് എന്റെ ഒരു അമ്മാവന്റെ മകളുണ്ടായിരുന്നു, അവളും ഞാനും ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ വ്യഭിചാരത്തിനുള്ള ഒരു ചാൻസ് ഒക്കെ ഒത്തു വന്നപ്പോ അവൾ എന്നോട് പറഞ്ഞു, പടച്ചോനെ പേടിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ആ സെക്കൻഡിൽ ഞാൻ പിന്മാറി. പടച്ചോനെ, എന്നെ പേടിച്ചിട്ടാണ് ഞാൻ മാറിയത്. ആ സമയത്ത് ഗുഹാ കവാടം കുറച്ച് നീങ്ങി. മൂന്നാമതൊരാൾ പറയാൻ, ഞാൻ കുറെ പണിക്കാരെ വിളിച്ചു. അതിലൊരു പണിക്കാരൻ എന്ത് ചെയ്തില്ല, കൂലി വാങ്ങാതെ പോയി. അങ്ങനെ കൂലി വാങ്ങാതെ പോയപ്പോ ഞാൻ എന്ത് ചെയ്തു, ആ കൂലിക്ക് കൊടുക്കാൻ കുറെ അന്വേഷിച്ചു. പക്ഷെ അയാൾ വന്നില്ല. ആ കൂലി ഞാൻ എന്ത് ചെയ്തു, ഒരു ആടിനൊക്കെ വാങ്ങി ആ ആടിനെങ്ങനെ നോക്കി ആ കൂലിയായിട്ട് ആ പൈസ കൊണ്ട്. കുറെ കാലം കഴിഞ്ഞപ്പോ അയാൾ തിരിച്ചു വന്നു. അയാൾ തിരിച്ചു വന്നിട്ട് എന്റെ കൂലി ചോദിച്ചു. എനിക്ക് അയാൾക്ക് ഒരു കൂലി കൊടുത്താൽ മതി, പക്ഷെ അയാളെ സ്വത്തുകൊണ്ട് വാങ്ങിയതായിരുന്നു അത് മുഴുവൻ. ഞാൻ അത് മുഴുവൻ അയാൾക്ക് കൊടുത്തു. അയാൾ ഒരു മടിയില്ലാതെ വാങ്ങിപ്പോയി. പടച്ചോനെ, അയാൾ വാങ്ങിപ്പോയപ്പോ എന്റെ മനസ്സിലൊന്നും തോന്നിയിട്ടില്ല. എന്റെ നാഥാ, നിന്റെ കൂലി ആഗ്രഹിച്ചാണ് ഞാൻ അത് ചെയ്തത്. നോക്കൂ നിങ്ങൾ, ഈ സമയത്ത് ആ ഗുഹാ കവാടം നീങ്ങി ആ കല്ല് മാറി അവർ 3 പേരും സുരക്ഷിതരായി എന്ന് പറഞ്ഞത് റസൂലുള്ളയാണ്. നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? അപ്പൊ പ്രാർത്ഥനയുടെ ശക്തി ഇത്രേ. അവര് ചെയ്തത് എന്താ? തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്ത അമലെടുത്ത് അവർ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ആ പ്രാർത്ഥനക്ക് റഹ്മാനായ റബ്ബ് ഉത്തരം നൽകി. യാതൊരു സംശയം ഉണ്ടായില്ല. നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോ അള്ളാഹുവിനോട് പറയാൻ പറ്റുന്ന ഒരു അമല് നമുക്കുണ്ടാവണം, അല്ലെ? പടച്ചോനെ, എന്റെ നാട്ടിലെ ഒരു പള്ളി, അതിന് സ്ഥലം ഞാനാ കൊടുത്തത്. ഞാൻ ആരെയും പ്രീതി ആഗ്രഹിച്ചിട്ടല്ല. പടച്ചോനെ, ആ പള്ളി ഇത്രയും കാലം ഞാനാ കൊണ്ടിടക്കണത്. റബ്ബേ, എന്റെ നാട്ടിലൊരു സാധുവിന് എല്ലാ സഹായങ്ങളും ചെയ്യണത് ഞാനാണ്.
റബ്ബേ എന്റെ ഉപ്പാനെയും ഉമ്മാനെയും ഞാൻ അങ്ങനെ നോക്കണത്, എന്റെ വേറെ ആരും. അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന അമലുകൾ നമുക്കുണ്ടെങ്കിൽ അത് വെച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അപ്പൊ നമ്മളെ പ്രാർത്ഥന എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള അമലുകൾ കുറഞ്ഞു പോയതുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരീക്ഷിച്ച, രോഗങ്ങൾ കൊണ്ട് പരീക്ഷിച്ച ഒരു നബിയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. അല്ലേ? നമ്മളൊക്കെ നമ്മളെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, നമ്മുടെ മക്കളുടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, പല ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. എവിടെയെങ്കിലും നമുക്ക് നിരാശ തോന്നുന്നുണ്ടോ? എങ്കിൽ നമ്മൾ പേടിക്കണം, നമ്മൾ പ്രാർത്ഥിച്ച അല്ലാഹു സ്വീകരിക്കൂല. നോക്കൂ നിങ്ങൾ, അയ്യൂബ ഇദ് നാദാ റബ്ബഹു, അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അന്നീ മസ്സനിയ ദുർറ്, അല്ലാഹുവേ എനിക്കൊരു ദുർറ് ബാധിച്ചു എന്നാണ്. ദുർറ് എന്ന് പറഞ്ഞൊരു വിഷമം എന്നേ ആ വാക്കിനർത്ഥമുള്ളൂ. എനിക്കൊരു വിഷമം ബാധിച്ചു. വ അൻത അർഹമുർ റഹീമീൻ, നീ ഏറെ കരുണ കാണിക്കുന്നവനല്ലേ എന്ന് എപ്പോഴാ ചോദിക്കണ അറിയങ്ങള്? അദ്ദേഹത്തിന്റെ ജീവിതത്തില് എല്ലാരും ആ പ്രവാചകനെ ഇട്ടേച്ചു പോയി. അദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് ഉണ്ടായിരുന്നു, സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു, മക്കൾ ഇട്ടെറിഞ്ഞു പോയി, ഭാര്യ പോലും നോക്കാനില്ലാത്തൊരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം നിരാശയില്ലാതെ അല്ലാഹുവോട് ചോദിക്കുക, പക്ഷെ ഒരു ചെറിയൊരു വിഷമം എനിക്കുണ്ട്, ഇതൊന്ന് മാറ്റിക്കൊണ്ട. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആശ്വാസം നൽകുന്നത്. എന്നിട്ട് എന്ത്, ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് ഒരു പാഠാക്കി തന്നു. നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നിനുമേലെ ഒന്നായി വരുമ്പോ സങ്കടപ്പെടണ്ട. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഓർക്കുന്നുണ്ട്, മുതുകിൽ ക്യാൻസർ വന്നിട്ടേ ശ്രദ്ധിക്കാതെ പോയിട്ട് അത് പഴുത്ത് പൊട്ടി പുഴുവായി പോയൊരു സഹോദരിയെ കുറിച്ച് പറഞ്ഞു. അത് വൃത്തിയാക്കുന്ന ആളുകളുണ്ട്, കുടുംബമുണ്ട്. നോക്കൂ നിങ്ങൾ, എത്ര ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യം ചിലര് അശ്രദ്ധമായി പോവും, ആരും നോക്കാല്ലാതെ പോവും. നമുക്കൊക്കെ അങ്ങനത്തെ പ്രയാസങ്ങൾ വന്നേക്കാം. ആ വരുമ്പോ എനിക്കിങ്ങനെ ആയാലോ എന്ന് ചിന്തിക്കാത്തിടത്താണ് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുക. എനിക്കിങ്ങനെ വന്നല്ലോ, ഓന് വന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നിടത്താണ്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രമുണ്ട്. തൗറാത്തിൽ അതിന് കഥ പറയുന്നിടത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ആദ്യത്തെ മകൻ ഉണ്ടായത് 86-ാമത്തെ വയസ്സിലെന്ന ഹദീസിലല്ല കേട്ടോ, തൗറാത്തിലൊരു വചനാണ്. അതില് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉണ്ടായി, ഹാജറ ബീവി 100-ാമത്തെ വയസ്സിലാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ഉണ്ടാകുന്നത് എന്നാണ്. സക്കരിയ നബി അലൈഹിസ്സലാമക്ക് 90-നും 100-നും ഇടയിലാണ് മകൻ ഉണ്ടാകുന്നത് എന്നാണ്. അവരുടെ ജീവിതത്തിൽ അത്യത്ഭുതകരമായി അള്ളാഹു എന്താണ്, വഹനൽ അദ്മു മിന്നി വസ്തഅല റഅസു ശൈബ, പടച്ചോനെ എല്ലൊക്കെ ദ്രവിച്ചു പോയി, തൊലിയൊക്കെ ചുക്കിച്ചൊളിഞ്ഞു പോയി, ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ്, ഇനി കുട്ടികൾ ഉണ്ടാവുമോ എന്നാണ് ചോദിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മക്കളെ കൊടുത്തിട്ടുണ്ട്. പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ച ആ സഹോദരി ഉണ്ടല്ലോ, ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ്, റബ്ബി അസ്സിജ്നു അഹബ്ബു ഇലയ്യ, അള്ളാഹുവേ ജയിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കൊട്ടാര സമാനമായ ജീവിതത്തെക്കാൾ എനിക്ക് ഇഷ്ടം ജയിലാണ്. മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തുസ്രിഫ് അന്നി കൈദഹുന്ന, ഇനി ഞാൻ ആ അവസരത്തിൽ അള്ളാഹുവേ അവരുടെ തന്ത്രം നീ എന്നിൽ നിന്ന് തിരിച്ചു മാറ്റിയില്ലെങ്കിൽ ഞാൻ അവരിലേക്ക് വഴുതിപ്പോകും, അങ്ങനെ ഞാൻ അജ്ഞന്മാരിൽ ഒരാളായി പോകുന്ന. അല്ലേ? ഇന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം എന്താ അറിയോ, അത്ര വലിയ അപകടകരമായ ഒരു വസ്തുവാണ് മൊബൈല്. അല്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാം വ്യഭിചാരത്തിലേക്ക് വഴുതിപ്പോകുന്നതിനെയാണ് ഭയപ്പെട്ടത്. നമ്മളോ ആ വ്യഭിചാരം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, അല്ലെ? എന്നിട്ടും നമ്മൾ അല്ലാ എന്ന് പറയുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. പരിശുദ്ധ റമദാനിൽ നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രിക്കേണ്ടുന്ന
ഏറ്റവും ശക്തമായ ഉപകരണം മൊബൈൽ ഫോൺ തന്നെയാണ്. അത് ആണും പെണ്ണും ഒരു വ്യത്യാസമല്ല. ആരുടെയെങ്കിലൊക്കെ SMS കാത്തു നിൽക്കുന്നുണ്ടോ? നമ്മള് ആരുടെയെങ്കിലും ഫോൺ വിളി കാത്തു നിൽക്കുന്നുണ്ടോ? ഹറാമായത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ പ്രാർത്ഥനക്ക് റഹ്മാനായ റബ്ബ് ഉത്തരം നൽകുകയേ ഇല്ല. നോക്കൂ നിങ്ങൾ, അന്നത്തെ കാലത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം അകപ്പെട്ടു പോയൊരു ജീവിത സാഹചര്യം നോക്കൂ നിങ്ങൾ. അള്ളാഹ് 9-10 താഴെയുള്ള വർഷത്തിനാണ് ബിൽഅസിനി എന്ന് പറയാം. ഏകദേശം 9ഓളം വർഷം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ജയിലിലേക്കാണ് മാറ്റിക്കൊടുത്തു. ഇതൊരു പ്രാർത്ഥനയുടെ ഉത്തരമാണ്. എന്തേ യൂസുഫ് നബി അലൈഹി ഇസ്ലാമക്ക് വേണ്ടത്? ഞാൻ വ്യഭിചാരത്തിൽ പെട്ടുപോകരുതേ എന്നാണ്. പഠിച്ചോനെ, ആ മാർഗത്തിൽ ഞാൻ അകപ്പെട്ടു പോകരുത്. അള്ളാഹ് നേരെ എന്ത് ചെയ്തു? ഒരു കേസ് ഉണ്ടാക്കി ജയിലിൽ കടമാറ്റി. അവിടെ സുഖമായിട്ടാണോ? അല്ല, അവിടെ എല്ലാവരും മറന്നുപോയി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ. ഞാൻ പറഞ്ഞെന്താ അറിയോ? ഇത് ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ് പ്രാർത്ഥന എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, യഅഖൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പിതാവ്, തന്റെ മകൻ നഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് കരഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകന്റെ മനസ്സിൽ എന്നും തന്റെ ബാക്കിയുള്ള 11 മക്കളോടും പറയും, യൂസുഫ് വരും എന്നും പറയും. ആ ചരിത്രത്തിൽ കാണാൻ പറ്റും. എന്നിട്ട് ഇവരെ കണക്കിലാണെങ്കിൽ ഇവർ കൊന്നുകയാണല്ലോ. അള്ളാഹ് എന്നെ നിരാശപ്പെടുത്തൂല എന്നാണ്. വർഷങ്ങൾ കടന്നു പോയിട്ടു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാണ്, ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, അള്ളാഹുവേ എന്റെ ദുഃഖവും വേദനയും ഞാൻ അള്ളാഹുവിനോട് മാത്രമേ അവതരിപ്പിക്കുള്ളൂ. അതുകൊണ്ട് എന്റെ സങ്കടം ഒന്ന് കേൾക്കുന്ന. അള്ളാഹ് എങ്ങനെ തിരിച്ചു കൊടുത്തത്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഈജിപ്തിൽ ഒരു ഭരണാധികാരിയാക്കി. ആ ഭരണാധികാരി തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ടാണ് അല്ലേ. തന്റെ ബാക്കിയുള്ള മക്കളോടൊക്കെ ഒരു നിരാശയില്ലാതെ അദ്ദേഹം പറഞ്ഞു, റഹ്മാനായ റബ്ബ് തൗഫീഖുള്ളവനാ, എന്റെ മകനെ അള്ളാഹു എനിക്ക് നൽകുമെന്നാണ്. വർഷങ്ങൾക്ക് ശേഷം യുവാക്കോമളനായി ഒരു ഭരണാധികാരിയായിക്കൊണ്ട് അള്ളാഹു തിരിച്ച് നൽകുകയാണ്. നോക്കൂ നിങ്ങൾ, ഇത് ജീവിതത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിരാശക്കുള്ളതല്ല, പ്രതീക്ഷക്കുള്ളതാണ് എന്ന്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധി എന്ത്? അദ്ദേഹം അള്ളാഹുവിനോട് ഒരു സങ്കടം തോന്നി. എന്ത്? താൻ ഇത്രയും കാലം പണിയെടുത്തിട്ട് ഒരാളും നേരായില്ലല്ലോ, ഏതായാലും ഇനി ഇവിടെ നിൽക്കണില്ല, ഞാൻ പോവാണ്. അള്ളാഹു അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കുലുക്കി. നമ്മൾ പേടിക്കണം. നമ്മൾ അള്ളാഹ് പറഞ്ഞ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശരിക്ക് ചെയ്യണില്ലെങ്കിൽ അള്ളാഹ് ഒന്ന് നമ്മളെ കുലുക്കും, നന്നായി കുലുക്കും. എന്നോട് ഇപ്പൊ അടുത്തൊരാൾ പറഞ്ഞ അനുഭവം ഞാൻ പറയാം. ഗൾഫിലെ നല്ല സംവിധാനത്തിൽ നിൽക്കുന്ന ആള് സക്കാത്തിന്റെ അർഹതയിലേക്ക് താഴ്ന്നു പോയൊരു സാഹചര്യം പറയണ്ടായി. നല്ല പൊസിഷനിലായിരുന്നു. ഏകദേശം 150-150ഓളം ആളുകൾക്ക് തൊഴിൽ കൊടുത്തിരുന്ന സ്ഥാപനം അത് തകർന്നു. അദ്ദേഹം പറയണേ, ഞാൻ ആ സമയത്ത് ജമാഅത്തിന് പോലും പള്ളിക്കെത്താൻ എനിക്ക് തിരക്കിയിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാ, ഇപ്പൊ എനിക്ക് തിരക്കുണ്ടോന്ന് അള്ളാഹ് എന്നോട് ഇങ്ങനെ ചോദിക്കാണ്. ഇപ്പൊ എനിക്ക് തിരക്കുണ്ടോന്ന് അള്ളാഹ് ചോദിക്കാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദുനിയാവും തന്നെ പടച്ചോനെ തോന്നിപ്പിച്ചുകൊണ്ട് ഞാനിപ്പോ രക്ഷപ്പെട്ടു എന്നാണ്. അത് ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. യൂനുസ് നബി അലൈഹിസ്സലാം ഒന്ന് നിരാശനായപ്പോ ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുണ്ടായി. ആ യാത്ര ദീർഘിപ്പിക്കുന്നില്ല. ആ യാത്രയിൽ അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങിയെന്നാണ്. മത്സ്യത്തിന്റെ ആ വയറ്റിൽ കിടന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പടച്ചോനെ, ഞാൻ ഒരു ഉൽമ ചെയ്തിട്ടുണ്ട്, ഒരു അക്രമം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനെ കൈശലാക്കണേന്ന്. നീ ഏകനാണ്. അള്ളാഹു സംരക്ഷിച്ചു. അദ്ദേഹം കടലിന്റെ കരയിലേക്ക് ആ മത്സ്യങ്ങൾ തുപ്പിന്നാണ്. അദ്ദേഹം ആകെ പൊള്ളി മൃതശരീരനായിരുന്നു എന്നാണ്. ഒരു രക്ഷയില്ല. ആകെ മുരണായി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ. അതിൽ അള്ളാഹ് ജിബ്രീലിനെ അയച്ചു കൊടുത്ത് ഒരു ചിരങ്ങ കാണിച്ചു കൊടുത്തു എന്നാണ്. അത് ശരീരത്തിൽ തേക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. ഞാൻ പറഞ്ഞെന്താ അറിയോ?
അല്ലാഹ് എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടോ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ എൻ്റെ സഹോദരിമാരെ അള്ളാഹു ഉത്തരം നൽകും. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 300 ആളെ കൊണ്ടാണ് ബദറിലേക്ക് പോയത് അല്ലേ? ആയിരക്കണക്കിന് ശത്രു സൈന്യം വന്നത്. ആ ശത്രു സൈന്യം വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ബദറിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക, അള്ളാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്ത ആ പ്രതിഫലം ഉണ്ടല്ലോ, അതൊന്ന് എനിക്ക്, എന്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരം ഉണ്ടല്ലോ, അതൊന്ന് പൂർത്തിയാക്കി നൽകണമേ. അള്ളാഹുവിനെ സ്വീകരിക്കാൻ അള്ളാഹ് സ്വീകരിച്ചു. ഇന്ന് നമ്മളെ നാട്ടിൽ റമദാൻ വന്നു, ഇനി ബദരീങ്ങൾ ആണ്ടുവരും. അള്ളാഹുവിന്റെ പ്രവാചകൻ ബദറിൽ പ്രാർത്ഥിച്ചത് അള്ളാഹിനോടാ. ഇനി നമ്മളെ നാട്ടിലൊക്കെ പാടെ കൂടി ആണ്ട് എന്ത് ചെയ്യും? ബദരീങ്ങളോട് പ്രാർത്ഥിക്കും. അതോടുകൂടി അള്ളാഹ് സഹായിക്കുന്നാണ് വിചാരം. അള്ളാഹു സഹായിക്കല്ല ചെയ്യുക, അള്ളാഹ് ശിക്ഷിക്കുക ചെയ്യുക. ബദരീങ്ങളോട് സ്നേഹമല്ലേ നമുക്ക്? ബദരീങ്ങളുടെ നേതാവ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബദറിൽ വെച്ചിട്ടാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇൻ തഹ്ലിക ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ ലാ തുഅബദു ഫിൽ അർളി അബദ, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു സംഘം ഇനി ഉണ്ടാവില്ല എന്ന്. അള്ളാഹ് നശിപ്പിച്ചില്ല, ആ പ്രാർത്ഥനകൾ സ്വീകരിച്ചു. ഇന്ന് അള്ളാഹിന്റെ തൗഫീക്ക് കൊണ്ട് ആ ഒരു ലക്ഷ്യത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികളായി റഹ്മാനായ റബ്ബ് നമ്മെ മാറ്റിയിരിക്കുന്നു എന്നാണ്. വിശ്വാസികളെ, പ്രാർത്ഥന അത്ര അത്യത്ഭുതമുള്ള കാര്യമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കാൻ, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ ഉരീക ഇംറഅത്തുൻ മിൻ അഹ്ലിൽ ജന്ന. സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുക, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പെണ്ണിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? അപ്പൊ അവിടേക്ക് ആദിഹി ഇംറഅത്തുൻ സൗദാ, ഒരു മെലിഞ്ഞു ഉണങ്ങിയ ഒരു സ്ത്രീ ഇങ്ങനെ വന്നിട്ടുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇന്നി ഉസ്റ വ ഇന്നി അതകശഫ് ഫദ്ഉല്ലാഹി ലി. റസൂലേ, ഞാനൊരു പ്രയാസത്തിലാണ്, എനിക്ക് രോഗമുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങൾ അത് ശിഫയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവർ അപസ്മാര രോഗിയായിരുന്നു. തന്റെ വീട്ടിൽ ധാരാളം പ്രാരാബ്ദങ്ങളുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരങ്ങാടിയിൽ വിറകെടുത്ത് വെള്ളം ചുമന്ന് തന്റെ കുടുംബത്തെ പോറ്റുന്ന സ്ത്രീയാണ്. പക്ഷെ അവർക്ക് അതിന്റെ പ്രയാസത്തിനിടയിൽ ബോധക്ഷയം ഉണ്ടാകും, അപസ്മാരളകും. അതുകൊണ്ട് റസൂലേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നാണ്. നോക്കൂ നിങ്ങൾ ആ സ്ത്രീയുടെ ഒരു ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് തിരിച്ചു ചോദിച്ചു, ഇൻ ശിഇതി സ്വബർതി വലക്കിൽ ജന്ന, നീ ക്ഷമിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ നിനക്ക് സ്വർഗമാണ്, എങ്കിൽ നിനക്ക് സ്വർഗമാണ്. ഉടനെ ആ സഹോദരി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാ? അസ്ബിറു, ഞാൻ ക്ഷമിക്കാം റസൂലേ, പക്ഷേ എന്റെ ഔറത്തൊന്ന് വെളിവാകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. സഹാബത്ത് പറയാണ്, അവർ പലപ്പോഴും ആ ഉക്കാല ചന്തയുടെ പല കോണുകളിലും അപസ്മാരം ഇളകി വീണ് കിടക്കുന്നത് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഔറത്ത് വെളിവായിരുന്നില്ല. അള്ളാഹിന്റെ റസൂൽ അതിനാ പ്രാർത്ഥിച്ചത്. ഞാൻ പറഞ്ഞ എന്തിനാ പറയുക? പ്രാർത്ഥന അങ്ങനെയാണ്. അള്ളാഹു അങ്ങോട്ട് സ്വീകരിക്കും, അള്ളാഹ് സ്വീകരിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥന തിരിഞ്ഞും വരും കേട്ടോ. നോക്കൂ നിങ്ങൾ, ജുറൈജ് വലിയ ആബിദായിരുന്നു. ജുറൈജ് വലിയ ആബിദായിരുന്നു, അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. പക്ഷേ ജുറൈജ് പർണശാല കെട്ടി മലമുകളിൽ ഒരു താമസക്കാരനായി അവിടെ ഇബാദത്തിൽ മുഴുകി ആരും കാണണ്ട എനിക്കെന്ന് പറഞ്ഞങ്ങനെ ജീവിച്ച മനുഷ്യനാ. ആ സമയത്ത് ജുറൈജിനെ കാണാൻ ഉമ്മ വരിക. ഉമ്മ ആദ്യം വന്നപ്പോ ജുറൈജെ എന്ന് വിളിച്ചു. അപ്പൊ അദ്ദേഹം നിസ്കാരത്തിലാ. അപ്പൊ അദ്ദേഹം അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, പടച്ചോനെ, നിസ്കാരാണോ ഉമ്മാനെ നോക്കലാണോ? അദ്ദേഹം തീരുമാനിച്ചു നിസ്കാര വലുത്. അങ്ങനെ ഉമ്മ തിരിച്ചുപോയി. രണ്ടാമത് എന്ത് ചെയ്തു? ഉമ്മ തിരിച്ചു വന്നു. പിറ്റേ ദിവസം വന്നു, അടുത്ത ദിവസം വന്നു. ഇപ്പൊക്കെ നിസ്കാരത്തിലാണ്. സങ്കടം വന്നു. ഉമ്മ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തുമിത്തുഹു അത്താ തുറിയഹു വുജൂഹുൽ മുസ്ലിമാൻ. അല്ലാഹ്, ഈ ജുറൈജിനെ വേശ്യകളുടെ അടിയിൽപ്പെടുത്താതെ നീ മരിപ്പിക്കരുത് എന്നാണ്. എന്തുണ്ടായി? കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അങ്ങാടിയിൽ ഒരു വർത്താനം, ഒരു വേശ്യസ്ത്രീ ഗർഭിണി ആയിക്കണു. ആരുതാണ്? കുട്ടി ജുറൈജിന്റെ. ആളുകളൊക്കെ ഇളകി
ആ പർണശാല തല്ലിപ്പൊളിച്ചു. പക്ഷേ ആ തഖ്വയുള്ള മനുഷ്യനെ അള്ളാഹു സംരക്ഷിക്കുക. തൊട്ടിൽ കിടന്ന് കുട്ടി ആദ്യം സംസാരിച്ച സംഭവം നമ്മൾ ഈസാബിന് പറയില്ലേ, അതേപോലത്തെ ഒരു സംഭവം കുട്ടിനോട് ചോദിക്കാണ്, ആരാണ് നിന്റെ ഉപ്പ? ആ കുട്ടി സംസാരിച്ചു എന്നാണ് ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. പക്ഷേ ഞാനിത് പറഞ്ഞ എന്തിനറിയോ, ആ ഉമ്മ ഇങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹ് എങ്ങനെ കബൂലാക്കി. അവിടെ എന്റെ അടിമയാണ്, ഓ ആബിദാണ് എന്നല്ല അള്ളാഹ് ആ ഉമ്മയുടെ പ്രാർത്ഥനയെ അള്ളാഹ് സ്വീകരിക്കും. മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളൊക്കെ ഒരു അർത്ഥത്തില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മക്കളാണ്. വാപ്പയമ്മ മനസ്സ് തട്ടിയിട്ടാണ് പ്രാർത്ഥിച്ചാണ്ടല്ലോ, അത് അങ്ങനെ ഫലിക്കും. അതുകൊണ്ട് പ്രാർത്ഥന എന്നുള്ളത് ഒരു അത്യത്ഭുതമായ കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ചരിത്രത്തില് പിന്നെ ഈ സലഫി വീക്ഷണത്തിന് എതിരായി ചരിത്രഗതി മാറ്റിയത് ഈ അബ്ബാസിയ കാലഘട്ടത്തിലൊക്കെ ഈ പിന്നെ ഖുർആൻ സൃഷ്ടിവാദം വന്നപ്പോഴാണ്. അമവി കാലം കഴിഞ്ഞ് അബ്ബാസിയ കാലം വന്നപ്പോ ഈ ഖുർആൻ സൃഷ്ടിയാണ് എന്നുള്ള വാദം വന്ന സമയം. കലാമാണ് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ എന്നാണ് സലഫി വീക്ഷണം എന്ന് പറഞ്ഞാൽ പൂർവികരുടെ വീക്ഷണം. നമ്മളെല്ലാവരും അത് വിശ്വസിക്കുന്ന ആൾക്കാരാ. എന്നാ അന്നത്തെ ആളുകൾ പറഞ്ഞു, പിന്നെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമല്ല, മനുഷ്യൻ സൃഷ്ടിച്ചതുപോലെ ഒരു സൃഷ്ടിയാണ്. നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഇതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അന്ന് സംസാരിച്ച ഒരു ഇമാമാണ് അഹ്മദ് ബിൻ ഹംബൽ. അഹ്മദ് ബിൻ ഹംബലിനോട് ഏറ്റവും കൂടുതൽ തർക്കിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അഹ്മദ് ബിൻ അബീ ദുആ എന്നൊരു മനുഷ്യൻ. അദ്ദേഹം മുഅ്തസിലിക്കാരനായിരുന്നു. അദ്ദേഹം അന്ന് ആ ഭരണാധികാരികളുടെ ചട്ടുകമായിരുന്നു. അദ്ദേഹത്തോട് തർക്കിച്ച് ജയിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. അഹ്മദ് ബിൻ ഹംബലിനെ ചങ്ങലക്കൊക്കെ ഇട്ട് ബന്ധിച്ച് അദ്ദേഹം കഠിനമായി ശിക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുപോകാം. അന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാണ്, അല്ലാഹുമ്മ ലാ തജ്മഅ ബൈനി വബൈനഹു ഫി ദാർ. പടച്ചോനെ, ഈ മനുഷ്യനെ എന്നെയും ഒരേ വീട്ടിൽ ഒരേ സമയത്ത് നീ കണ്ടുമുട്ടിക്കല്ലേ. ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ, ഞാൻ ഖുർആനിൽ നിന്ന്, പ്രവാചക ചരിത്രത്തിൽ നിന്ന്, പൂർവികരുടെ ചരിത്രത്തിൽ നിന്ന്, പ്രവാചകന് ശേഷമുള്ള ചരിത്രത്തിൽ നിന്ന് പ്രാർത്ഥനകളുടെ ഫലത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണേ. ഞാൻ ഇങ്ങനെ ഒരു ക്രമത്തിൽ പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥിച്ച അല്ലാഹ് കേൾക്കും. കാരണം എന്താ അറിയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രൂപത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. തീർച്ചയായും ഇക്കൂട്ടർ യുസാരിഊന, അവർ ധൃതിപ്പെട്ട് മുന്നോട്ട് വരുന്നവരാണ്. അൽ ഖൈറാത്ത്, തങ്ങളുടെ ജീവിതത്തിൽ ഒരു ചാൻസ് കിട്ടിയാൽ, ഒരു നന്മ കിട്ടിയാൽ, ഒരു അവസരം കിട്ടിയാൽ അത് മുഴുവൻ നന്മയിൽ ധൃതി കാണിക്കുന്നവരാണ്. എന്നിട്ട് അല്ലാഹ് പറയാ, വയദ്ഊനനാ റഗ്ബൻ വറഹബ. വെറുതെ കേവലമായ പ്രാർത്ഥനയല്ല, മനസ്സ് തട്ടി സങ്കടത്തോടു കൂടി, പ്രതീക്ഷയോടു കൂടി, ആഗ്രഹത്തോടു കൂടി അവർ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്നവരുടെ ഗുണം എന്താണെന്നറിയോ, വക്കാനൂ ലനാ ഖാശിഈൻ. എന്തൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകളൊക്കെ എനിക്ക് ഹറാമാണ് എന്ന് ചിന്തിച്ച് അതൊരു വാക്കായി, ഒരു പ്രവൃത്തിയായി, ഒരു ചിന്തയായി, സമ്പാദ്യമായി, ഇടപെടലായി, എന്താവട്ടെ ഹറാമാണോ അതിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് തീരുമാനിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ ആണ് അവർ എന്നാണ്. അതാണ് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ. അവരുടെ കിടക്കകളിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ ഇങ്ങോട്ട് എഴുന്നേൽക്കുന്ന, അല്ലേ? ഇപ്പൊ നമുക്ക് എന്തൊരു സന്തോഷ സഹോദരങ്ങളെ, പകൽ ഉറങ്ങാൻ കഴിയണില്ല, അല്ലേ? ഈമാനില്ലെന്ന് ഉറങ്ങാൻ കഴിയില്ല. ഞാൻ ഉറങ്ങണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതെന്താ അറിയോ, ഉറങ്ങിപ്പോയാൽ ഈ പകല് ആ സമയം വേസ്റ്റ് ആയില്ലേ. ഉറങ്ങിയവൻ എന്താ കാര്യം? ഉറങ്ങാൻ വിചാരണയും കൂടി ഇല്ല. ഉറക്കത്തിൽപ്പെട്ട നിസ്കാരം വൈകിയാൽ പോലും എന്തില്ല, കുറ്റല്ല. എന്നിട്ട് റമദാൻ മാസം നോമ്പിട്ടിട്ട് ഉറങ്ങിയ പിന്നെ എന്തിനാ പറ്റുക, അല്ലെ? ഉറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, അത് ഓരോ ആവശ്യത്തിനനുസരിച്ചാണ്. അല്ലാഹ് പറയണേ, അവരുടെ കിടപ്പാടങ്ങളിൽ നിന്ന് അവരുടെ എഴുന്നേൽക്കും. എന്തിനെന്നറിയങ്ങളെ, യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. പേടിയാണ് അവർക്ക്, ഭയമാണ് അവർക്ക്. അത് മാത്രല്ല, അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ദാനധർമ്മം ചെയ്യുന്ന. ഈ റമളാൻ മാസം വന്നാല് 3 ഗുണമാണ് അവർക്ക് ഉണ്ടാവുക. ഒന്ന്, അവർ നിതാന്ത ജാഗ്രതയിൽ ഇബാദത്ത് എടുക്കുന്നവർ ആയിരിക്കും.
അവർ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും കഴിഞ്ഞുപോയ 36 കൊല്ലം, 56 കൊല്ലം, 42 വയസ്സ് വരെ ഓർമ്മ വെച്ച നാള് മുതൽ ഓരോന്നും ഓരോ വക്തിലിരുന്ന് ഇങ്ങനെ പരിശോധിക്കും. പടച്ചോനെ, കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത്, SLCക്ക് പഠിക്കണ കാലത്ത്, പടച്ചോനെ പെണ്ണ് കെട്ടണതിന് മുമ്പ്, കെട്ടിയതിന് ശേഷം, ഇങ്ങനെ ഗൾഫിലായപ്പോ ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് പടച്ചോനോട് ഇങ്ങനെ ഇസ്തിഗ്ഫാറിന് ചോദിക്കും. അവന്റെ കണ്ണ് നിറയും, മനസ്സ് പെടക്കും. ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗുണം നമുക്കുണ്ടാകും. കിട്ടിയ സ്വത്തിൽ നിന്ന് എല്ലാ നല്ല കാര്യങ്ങൾക്കും അവർ ചെലവഴിക്കും. അല്ലെ? ഇപ്പൊ നമ്മളോട് ആളുകൾ ഇങ്ങനെ ചോദിക്കും, നമുക്ക് സ്വർഗത്തേക്കുള്ള ചോദ്യമാണ് ഈ ആൾക്കാർ ചോദിക്കണമെന്ന് മാത്രമേ നമുക്ക് പിശാച് മനസ്സിലാക്കി തരൂല. എന്താ ചോദ്യം? ജാമിഅ അൽ ഹിന്ദിന് ഫണ്ട് കൊടുത്തോ? എല്ലാ കൊല്ലം കൊടുക്കണം. അല്ലെ? കൊടുത്തോളി. അവിടുന്ന് ഇറങ്ങണ കുട്ടികൾ ആയത്തു ഹദീസ് ഓതി പ്രസംഗിക്കുമ്പോ, എഴുതുമ്പോ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ദീനി കാര്യങ്ങൾ ചെയ്യുമ്പോ നിങ്ങളറിയാതെ ഖബർക്ക് കിട്ടും. അതേ സ്ഥാപനം ഇടത്തനാട്ടുകാരുണ്ട്, നിങ്ങൾ കൊടുത്തോളിയും, നാളെ പരലോകത്ത് നിങ്ങൾക്ക് കിട്ടും. കേരളത്തിനകത്തും പുറത്തുള്ള ദഅവ സംവിധാനങ്ങൾ നടത്താൻ ദഅവത്ത് ഫണ്ട് ശേഖരിക്കുന്നു, നിങ്ങൾ കൊടുത്തോ? കൊടുക്കുമ്പോ ഞാൻ പറയുന്നത്, നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ കൊടുക്കുമ്പോ മനസ്സ് നന്നാണ്. ആരെങ്കിലും മുജീബ് സലഫി ചോദിച്ചോന്നോ, ഹുസൈൻ എഞ്ചിനീയർ ചോദിച്ചു, ഇസാഖ് എഞ്ചിനീയർ ചോദിച്ചോ, ഒന്നല്ല നമ്മളെ മനസ്സിൽ. അത് സക്കാത്തിന്റെ കണക്കായാലും സദഖന്റെ കണക്കായാലും കൊടുക്കുമ്പോ പടച്ചോനെ, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. അതെ, ഞാനിന്ന് 4 മണിക്ക് എഴുന്നേറ്റ ആളാ, ഞാനിന്ന് തറാവീഹ് നിസ്കരിച്ച ആളാ, നോമ്പനുഷ്ഠിച്ച ആളാ, ഞാൻ പ്രാർത്ഥിച്ച ആളാണ്. ഇനി അല്ലാഹ് ആയത്ത് പറഞ്ഞൊരു ഗുണം കൂടി ഉണ്ട്, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നും കൊടുത്തിട്ടുണ്ട്, ഒരു 100 റുപ്യ കൊടുത്തിട്ടുണ്ട്, 50 റുപ്യ കൊടുത്തിട്ടുണ്ട്, 5000 കൊടുത്തിട്ടുണ്ട് റബ്ബേ എന്ന് പറയാൻ നമുക്ക് കഴിയണം. പക്ഷെ മനുഷ്യനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞ എന്താ നിങ്ങളെ, ഇദാ മസ്സൽ ഇൻസാനു അദ്ദുർ, മനുഷ്യനൊരു പ്രയാസം ബാധിച്ചാൽ ദആനാ ലിജംബിഹി ഔ ഖാഇദൻ ഔ ഖായിമാ, നിന്നും ഇരുന്നും കിടന്നൊക്കെ അല്ലാഹുവോട് പ്രാർത്ഥിക്കും. ഒരു റിസൾട്ട് ഒന്നും തെറ്റിയാല്, ക്യാൻസർ ആണോ എന്ന് പേടിച്ചു പോയ റിസൾട്ട് വന്നു, അല്ലെങ്കിൽ സ്ട്രോക്ക് ആണോന്ന് പേടിച്ചു പോയി, അതാണ് മാറിയാലോ, അത് മാറോളം ഇരുന്നും കടന്നോം പ്രാർത്ഥിക്കും. എന്നാലേ നിഫാഖുള്ള മനുഷ്യന്റെ പ്രാർത്ഥനയെ കുറിച്ച് അല്ലാഹ് പറയാ, അവനൊരു പ്രയാസം വന്നാൽ അവൻ പ്രാർത്ഥിക്കും, പക്ഷേ ആ പ്രയാസങ്ങൾ നീങ്ങിയാൽ മർറക അല്ലം യദ്ഉനാ ഇലാ ദുർരിൻ മസ്സഹു, അവനൊരു പ്രയാസവും ഇതുവരെ ബാധിച്ചിട്ടില്ല എന്ന കോലത്തിൽ പിന്നെ അവനാണ് ജീവിക്കുന്നത്. അല്ലാഹ് പറയാണ്, കദാലിക സുയ്യിന ലിൽ മുസ്രിഫീന മാ കാനൂ യഅമലൂൻ. ഇങ്ങനെയാണ് അതിര് വിട്ടുപോയ ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ അല്ലാഹു ഭംഗിയാക്കി കൊടുക്കുക എന്നാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകും, അല്ലാഹു നമ്മെ പരിഗണിക്കും. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളെ പ്രാർത്ഥന അല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കൂല എന്നാണ്. അപ്പൊ അല്ലാഹ് പരിഗണിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി നടത്തിയ പ്രാർത്ഥന ഉണ്ട്. ഇത് എത്ര പേർക്ക് അറിയും? അള്ളാഹിന്റെ റസൂൽ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. ഒന്ന് പറഞ്ഞു നോക്കി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. അല്ലാഹുവേ, ഉപകാരപ്രദമല്ലാത്ത അറിവ്, എനിക്ക് നാളെ പരലോകത്ത് പ്രയോജനം കിട്ടാത്തൊരു അറിവ്, അത് എനിക്ക് കിട്ടരുതെന്ന്. പ്രയോജനമുള്ളത് കിട്ടണം. അടുത്തതെന്താ? വമിൻ ഖൽബിൻ ലാ യഖ്ശ, വമിൻ ഖൽബിൻ ലാ യഖ്ശ. നിന്നെ ഭയക്കാത്ത, നിന്നെ പേടില്ലാത്തൊരു മനസ്സ് അതെനിക്ക് ഉണ്ടാവരുത്. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, നിറയാത്ത ഒരു മനസ്സ്, എത്ര കിട്ടിയാലും തികയാത്തൊരു മനസ്സ്. പടച്ചോനെ, അങ്ങനെ ഒരു പരീക്ഷണം എനിക്കുണ്ടാവരുത്. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥിക്കുന്ന, ഒരു വൃഥാ പ്രാർത്ഥന നടത്തുന്ന ആളെ കൂട്ടത്തിലും അല്ലാഹുവേ നീ എന്നെ ഉൾപ്പെടുത്തല്ലേ. ആര് പ്രാർത്ഥിച്ചതാ? അല്ലാഹുവിന്റെ റസൂൽ. ഇത് പ്രാർത്ഥിക്കാൻ ആരെ അയക്കൂലെന്നറിയോ? ശൈത്താൻ നമ്മളെ അയക്കൂല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. ഇനി ആർക്കാണ് അല്ലാഹു ഉത്തരം നൽകാതിരിക്കുന്നറിയങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞ ഷിർക്ക് കലർന്ന പ്രാർത്ഥന ഉണ്ടോ? ഉത്തരം കിട്ടൂല. ഷിർക്ക് കലർന്ന പ്രാർത്ഥന ഉണ്ടോ? ഉത്തരം കിട്ടൂല. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അള്ളാഹ്ക്ക് പുറമെ
മറ്റുള്ളവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴി പിഴച്ചവൻ ആരുണ്ട് ഞാൻ. ഓൻ എത്ര നല്ല കുപ്പായിട്ടിട്ടും കാര്യമില്ല, എത്ര നല്ല താടി നീട്ടി വാർത്തിട്ടും കാര്യമില്ല. അവന്റെ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അവൻ അള്ളാഹു ഉത്തരം നൽകുകയില്ല. ഹത്താ യൗമൽ ഖിയാമ, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ എന്ത് ചെയ്യൂല, അള്ളാഹു അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകൂല. അപ്പൊ ഷിർക്കുണ്ടെങ്കിൽ അള്ളാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകൂല. അല്ലെ, കഴിഞ്ഞ ദിവസം നോമ്പിന് ഒരു പരസ്യം കണ്ടു. എന്താ പരസ്യം എന്ന് നിങ്ങള്, ഈ പുണ്യരാവുകളിൽ നമുക്ക് സിയാറത്ത് പോകാം. ഹേയ്, പുണ്യരാവുകൾ എവിടുക്കാ സിയാറത്ത്? ഞാൻ പറയണ്ടല്ലോ, ഞാൻ ബാക്കി വെറുതെ എന്റെ നാവുകൾ എടുത്തിട്ടുണ്ടല്ലോ. മനുഷ്യന്മാരങ്ങനെയാണ്. പരിശുദ്ധ റമളാന് പോലും അവരെന്ത് ചെയ്യൂല, വെറുതെ വിടൂല. അതുകൊണ്ട് എവിടുക്കാ സിയാറത്ത് പോകണ്ടറിയോ? നമ്മളെ ഖബറിനെയാണ് സിയാറത്ത് ചെയ്യേണ്ടത്. ഞാൻ അതാ പറയാം, നമുക്കൊരു ഖബറില്ലേ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ മഹല്ലില് നമ്മളെ ഉപ്പയൊക്കെ കടക്കണിന്റെ ഇപ്പുറത്തൊരു സ്ഥലം ഒരു 6 അടി നമുക്കില്ലേ? ഉണ്ടല്ലോ. അതൊന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ. അവിടേക്ക് സിയാറത്ത് കൊണ്ട് റമളാൻ മാസത്തില് ഞാൻ അവിടേക്ക് എത്തുമ്പോ എൻ്റെ അടുത്ത് എന്തുണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ മനസ്സ് കലങ്ങി റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ്, ഒരാളുടെ പ്രാർത്ഥന ശിർക്കുണ്ടെങ്കിൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. രണ്ടാമത്തെ എന്താ നിങ്ങള് ശ്രദ്ധിക്കണില്ലേ? ഇബാദത്തിൽ ശ്രദ്ധയില്ലാത്തവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. ഇബാദത്തിൽ ശ്രദ്ധയില്ലാത്തവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. എന്താ ഇബാദത്തിൽ ശ്രദ്ധ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ തിരക്കാണെങ്കിലും ആ തിരക്കിനിടയിൽ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുക എന്നുള്ളത് തന്നെയാണ് തഖ്വ എന്ന് പറയുന്നത്. 5 നേരത്തെ നിസ്കാരം ഈ പരിശുദ്ധ റമളാനിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ഷറുത്തും ഫറളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നിസ്കാരത്തെ ക്രമീകരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വരുത്തും. അള്ളാഹ് പറയാണ്, ഇന്നൽ മുനാഫിഖീന, തീർച്ചയായും കപട വിശ്വാസികൾ യുഖാദിഊനല്ലാഹ്, അവർ അള്ളാനെ വഞ്ചിക്കാനാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ വഹുവ ഖാദിഉഹും, അവരാണ് വഞ്ചിക്കപ്പെടുന്നത്. എന്താണ്? ഞാൻ നിസ്കരിക്കണ്ടല്ലോ, ഞാൻ സുബഹി നിസ്കരിച്ചല്ലോ, എന്റെ കട്ടിലിന്റെ മൂലൊക്കെ ഞാൻ നിസ്കരിച്ചല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ ദാനം ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ ഇഖ്ലാസില്ലാത്ത, മനസ്സിൽ തട്ടാത്ത ഇബാദത്തുകൾ എടുക്കുന്ന ആളുകൾ, അവരുടെ സ്വഭാവം പറഞ്ഞു, ഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല, അവർ നിസ്കരിക്കാനാണ് നിന്നാലും വളരെ അലസന്മാരും അശ്രദ്ധയിലുമായിരിക്കും. തറാവീഹിന്റെ 8 റക്അത്ത് ആദ്യത്തെ തക്ബീറിന് കൈകെട്ടുമ്പോ തന്നെ ഒരു ഇടങ്ങാറ്. അതിനിപ്പോ ഇന്ന് മോലര് എവിടൊക്കെയാണ് ഓതാനാവുന്നത്. ഒരു പള്ളി കമ്മിറ്റി തന്നെ പ്രശ്നം ഉണ്ടായി. എന്താണ്? ബംഗാളിക്കറിയില്ല, ഇത് തോന ഓതാൻ പാടില്ലാത്ത പള്ളിയാണ്. ആ സാധുവിനെ കൊണ്ട് ഇമാം നിർത്തി, ഓനെ എല്ലാ സലഫി പള്ളിയിലും കുറച്ച് നീട്ടി. അതിൽ 4 കച്ചവടക്കാര് 4 ചൊറിഞ്ഞ വർത്താനം. ഈ കച്ചവടക്കാരെന്നോനും പറയണ്ട. എന്താ ഞങ്ങൾക്ക് കച്ചവടം ഒന്നും ചെയ്യണ്ടേ? ടൗണിലെ പള്ളിയാന്ന് അറിയില്ലേ? കമ്മിറ്റിക്കാർക്ക് ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനല്ലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞെന്തറിയോ, ഇങ്ങനെ ഈ നിസ്കാരം എന്ന് പറയണത് നമുക്കൊരു 10,000 റുപ്യ കിട്ടണിലേറെ മെച്ചാണെങ്കിൽ അല്ലെ, ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് കാണാൻ പറ്റും, കാശോട്ടിങ്ങൾ എടുത്ത് നടക്കും. എത്ര വേണമെങ്കിലും 30 സെക്കൻഡ് കൊണ്ട് എണ്ണി എടുക്കാൻ അല്ലെ, എത്ര ആളാ അതിന് കാത്തിക്കണേ. കൂട്ടരെ, ഞാൻ നിങ്ങൾ എന്നും കാണുന്ന ആൾക്കാരല്ലേ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണേ, നമ്മളെ ജീവിതത്തിൽ എണ്ണി എടുത്താൽ കിട്ടാത്തത്ര വലിയ സ്വത്താണ് ഒരു വക്ത് നമസ്കാരം എന്ന് പറയുന്നത്. അതിന് അള്ളാണ് കൂലിട്ടുണ്ടല്ലോ. നമ്മളെ ജീവിതത്തിൽ എല്ലാ തിന്മകൾക്കും അത് മതിയാകും. അതെങ്ങനെയായിരിക്കും എന്നറിയാം. നമുക്കങ്ങനെ എഴുന്നേറ്റ് പോരാൻ പറ്റാത്തൊരു സമയത്താണ് എഴുന്നേൽക്കാൻ കഴിയണം. നല്ല ക്ഷീണുണ്ട്, പ്രായം കൊണ്ടുള്ള പ്രയാസമുണ്ട്, മരുന്ന് കുടിച്ചിട്ടുണ്ട്, അതിന്റെ കുഴക്കുണ്ട്. പക്ഷേ അസ്സലാത്തു ഖൈറും മിനൻ നൗം കൂത്തി നേർന്ന് ആ സ്കൂട്ടി സ്റ്റാർട്ടാക്കി ആ സെഫിൽ വന്ന് നിൽക്കുമ്പോണ്ടല്ലോ, റഹ്മാനായ റബ്ബിനൊരു നോട്ടുണ്ട്. ആ നോട്ടാണ് കിട്ടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാത്തോ അഖാമുസ്സലാ ഖാമു കുസാല, അവര് നിസ്കാരത്തിൽ അലസന്മാരായിരിക്കും. പിന്നെ ഒരു വരും യുറാഊനന്നാസ,
ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. അവരുദ്ദേശതാണ് വല യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. ആ നിസ്കാരത്തിൽ ഒരു അല്ലാഹുവിനെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോഴും ആ കച്ചവടത്തെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് അത് മാത്രമായിരിക്കും ചിന്തിക്കുക. അള്ളാഹു കാക്കുമാറാവട്ടെ. ഞാൻ ചുരുക്കി പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. മൂന്നാമത്തെ ഒരു കാര്യം എന്താ നിങ്ങള്, ഹറാമ് ഭക്ഷിക്കണ ഒരാളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, സക്കാത്ത് കൊടുക്കാത്ത സ്വത്ത്, അനന്തരം കൊടുക്കാത്ത സ്വത്ത്, വാപ്പിമ്മയൊക്കെ മരണപ്പെട്ടു വരുന്നു, പെങ്ങന്മാർക്കും ജ്യേഷ്ഠാഞ്ചന്മാർക്കും ഒന്നും കൊടുക്കാതെ ഇങ്ങനെ അടക്കി വെച്ച് നടക്കണ്ടാവും. ഇങ്ങനത്തെ സ്വത്ത് ഉണ്ടാവും. തൃപ്തിയില്ലാത്ത സ്വത്ത്, കച്ചവടത്തിൽ ഹറാമ് കാണിച്ച സ്വത്ത്, ഇതൊക്കെ ഉണ്ടെങ്കിൽ പേടിച്ചോളി. നമ്മളെ ശരീരത്തില് ഒരു വിയർപ്പിന്റെ മണം ഉണ്ടെങ്കിൽ അത് നമ്മൾ കഴുകി വൃത്തിയാക്കുന്നത് പോലെ ഒരു ദിവസം 3 വട്ടമൊക്കെ കഴുകണിയില് നമുക്ക് മടില്ലെങ്കിൽ നല്ലോണം പേടിച്ചോളി. ഇത് നമ്മുടെ ജീവിതത്തില് ഭക്ഷണം ഹലാലാക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കൂല എന്നത് നമ്മൾ അറിയണം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്തോതി, യാ അയ്യുഹൽ നാസ്, അല്ലയോ ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് ഹലാലായത് ഭക്ഷിക്കണം. അവിടെ നിർത്തിയില്ല, ത്വയ്യിബൻ, പരിശുദ്ധമായത് കൂടി ഭക്ഷിക്കണം. ഹലാലും പരിശുദ്ധമായതായിരിക്കണം നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റരുത്. ഒരാൾക്ക് ലോട്ടറി എടുക്കാൻ ഒരു മടിയില്ല എന്ന് വിചാരിച്ചോളി, അയാൾ ജീവിതത്തിൽ എന്ത് ചെയ്യൂല, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. കാരണം എന്താ, അയാളുടെ സമ്പാദ്യത്തെക്കുറിച്ചുള്ള അയാളുടെ മനസ്സിലെ ആഗ്രഹം തന്നെ തെറ്റിപ്പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതിയതിനു ശേഷം ഒരു മനുഷ്യനെ കുറിച്ച് പറയാം. എന്താ മനുഷ്യൻ? യുത്തീലു സഫർ, അദ്ദേഹം ദീർഘമായി യാത്ര ചെയ്തിട്ടുണ്ട്. അശ്ഗസ വ അഖ്ബറ, അദ്ദേഹം പൊടി പൊടിച്ചിട്ടുണ്ട്. യമുദ്ദു യദൈഹി ഇലസ്സമാ, എന്നിട്ട് ആകാശത്തേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക, യാ റബ്ബി യാ റബ്ബി, അല്ലാ അല്ലാ എന്ന് പ്രാർത്ഥിക്കുക. യാത്രക്കാരന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും, പ്രയാസപ്പെടുന്നവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. നമ്മൾ പഠിച്ചിട്ടില്ലേ? പക്ഷേ അള്ളാന്റെ റസൂൽ പറഞ്ഞു, മത്അമഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്. വമശ്റബഹു ഹറാം, അവന്റെ പാനീയം ഹറാമാണ്. വമൽബസഹു ഹറാം, അവന്റെ വസ്ത്രം ഹറാമാണ്. വഉദ്ദിയ ബിൽ ഹറാം, അവൻ മുഴുവനായും ഹറാമിലാണ് ഉള്ളത്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, ഇങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ എങ്ങനെ ഉത്തരം കൊടുക്കുക എന്ന് അള്ളാഹു പറയുന്നു. അതുകൊണ്ട് പലിശ, സ്ത്രീധനം, സക്കാത്ത് കൊടുക്കാത്ത സ്വത്ത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇതിൽ എവിടെയെങ്കിലും നമ്മളെ സ്വത്തുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അപ്പൊ ചിലപ്പോൾ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടാവും. നമ്മളെ കച്ചവടത്തില് ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. നമ്മൾ ഈ രീതിയിൽ പോയാൽ ആ കച്ചവടം കൊണ്ട് നാളെ പരലോകത്തായിരിക്കും നഷ്ടം. ഒക്കെ ഒന്ന് ചിന്തിച്ച് ഈ റമദാനിനെ നമ്മൾ എന്ത് ചെയ്യണം, ആ നിലക്ക് പ്രയോജനപ്പെടുത്തണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. സഹോദരങ്ങളെ, ഇനി അല്ലാഹ് എങ്ങനെ പ്രാർത്ഥന സ്വീകരിക്കാൻ അറിയും? ഞാൻ എത്ര കാലായി പ്രാർത്ഥിക്കുന്നു, ഈ പ്രാർത്ഥന എന്താണ് അള്ളാഹു സ്വീകരിക്കാത്തത് എന്ന് നമ്മൾ നോക്കും. യഥാർത്ഥത്തിൽ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കാൻ വെച്ച മാനദണ്ഡങ്ങളിൽ ഒന്നുകൂടില്ല, എന്തറിയോ? ഒരു തെറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരു ഹറാമായ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. വലാ ഖതിഅത്തു റഹ്മിൻ, രക്തബന്ധങ്ങൾ മുറിക്കുന്നതിന് വേണ്ടി, ഒരാൾക്ക് നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല. എങ്കിൽ ഈ 2 സിഫത്തുകൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒത്തുവന്നാൽ ഇല്ല അഅതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസിൻ, 3 മാർഗത്തിലൂടെ റഹ്മാനായ റബ്ബ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഈ ഹദീസ് നമുക്ക് വളരെ പ്രസിദ്ധമാണ്. പക്ഷെ 2 പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നെന്താണ്? രക്തബന്ധം അല്ലെ കുടുംബബന്ധം, സൗഹൃദം, ഇത് നശിപ്പിക്കാൻ വേണ്ടി അതുമായി മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരു പ്രാർത്ഥന പാടില്ല. എങ്ങനെയാണ് ഉത്തരം നൽകുക? ഇമ്മാ അയ്യു അജ്ജില ലഹു ദഅവതഹു, ഉടനെ തന്നെ അള്ളാഹു ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകും. അത് ഖൈറാണെങ്കിൽ ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകും. അല്ലെങ്കിലോ വ ഇമ്മാ അയ്യദ്ഖറഹ ലഹു ഫിൽ ആഖിറ, ഒരു പരലോകത്തേക്ക് വേണ്ടി അള്ളാഹു അത് മാറ്റിവെക്കും. വ ഇമ്മാ അയ്യസ്രിഫ അൻഹു മിൻ സൂഇ മിസ്ലിഹ, അവന്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹുവിനെ കാക്കും. പ്രാർത്ഥിച്ചാൽ മതി. എന്തിനാ നിരാശ? 3 രൂപത്തിൽ അള്ളാഹു കാക്കുന്ന.
ഒന്ന് അപ്പൊ തന്നെ ഉണ്ട് റിസൾട്ട്. അതായത് ഹൈറാണെങ്കിൽ കിട്ടണേ, അതുകൊണ്ടാണ് പടച്ചോനെ ഹൈറാണെങ്കിൽ എനിക്ക് ഉത്തരം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞേ. മറ്റൊന്ന് എന്താണ്? നാളെ ഖിയാമത്ത് നാളിൽ എണ്ണമറ്റ പ്രതിഫലങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കും. മറ്റൊന്നെന്താ? അവന്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയെ റഹ്മാനായ റബ്ബ് മാറ്റിക്കൊടുക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പറഞ്ഞു, ഇദൻ നുക്സിർ, എങ്കിൽ റസൂലേ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും, ഞങ്ങളുടെ പ്രാർത്ഥന അധികരിപ്പിക്കും. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹു അക്സിർ, എന്നാൽ അല്ലാഹു അതിലും കൂടുതൽ നിങ്ങൾക്ക് നൽകുമെന്നാൽ. കിട്ടില്ല എന്നുള്ള നിരാശക്ക് ജീവിതത്തിൽ ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അത് ഏറ്റവും വലിയ പ്രാർത്ഥന എന്താ നിങ്ങള്? നിസ്കാരം തന്നെയാണ്. നിസ്കാരം തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരങ്ങളോട്, അല്ലാഹു അക്ബർ മുതൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുന്നത് വരെയുള്ള മുഴുവൻ ദുആകളുടെയും അർത്ഥം എനിക്കറിയും എന്ന് ഈ ഇരിക്കണ ആളുകളിൽ എത്ര പേർക്ക് ധൈര്യസമേതം പറയാൻ പറ്റും? ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾക്ക് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പഠിക്കണം, ഇന്ന് സമയം ഉണ്ടാക്കി പഠിക്കണം, അല്ലെ? ഒരു പുതിയ സംവിധാനം വന്ന പഠിക്കാൻ നമുക്കൊരു ടെൻഷനും ഇല്ല. മൊബൈലിൽ പുതിയ അപ്ഡേഷൻ വന്നാൽ തൊട്ടടുത്ത സെക്കൻഡിൽ നമ്മളത് കയ്യിലൊതുക്കിയിട്ടുണ്ടാവും. ആത്മാർത്ഥമായിട്ടാ പറയണേ. നമ്മളെ ജീവിതത്തിൽ സഹോദരങ്ങൾ എന്തൊക്കെ നിഅമത്തുണ്ടായിട്ടും കാര്യമില്ല, ആ നിസ്കാരത്തിലെ മുഴുവൻ ദുആകളുടെയും പ്രാർത്ഥന, അതിന്റെ അർത്ഥം ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതന്നുക്സിർ പറഞ്ഞില്ലേ സഹാബത്ത്, ഞങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കുന്നു പറഞ്ഞില്ലേ, എങ്കിൽ അള്ളാഹ് ഏറ്റിത്തരുന്ന് പറഞ്ഞില്ലേ, ആ അവകാശികൾ നമ്മൾ പെടൂല. അതുകൊണ്ട് അത് നമ്മൾ ആദ്യം ചെയ്യണം. പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ നിസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. മറ്റൊന്ന് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഉണ്ട്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഞാൻ ചോദിക്കണേ വിചാരിക്കും, ആ പ്രാർത്ഥന അറിയണമല്ലോ, എത്ര ഒന്ന് കൈവെക്കോ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ മാഷാ അല്ലാഹ് ഏകദേശം എല്ലാവർക്കും അറിയും അല്ലേ? അറിയാത്ത ഒന്ന് സങ്കടപ്പെടണം നല്ലതാ. കാരണം എന്താ അറിയോ? അല്ലാഹുമ്മ അൻത റബ്ബി ഒന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹദിക വ വഅദിക മസ്തതഅതു. ബാക്കി അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇത് റസൂലുള്ളാഹി പറയാം. ഇത് രാവിലെ ഒരാളാണ് പ്രാർത്ഥിച്ചു, ഫമാത ഫീ യൗമിഹി, ആ പകല് അവൻ മരിച്ചു, ഖബ്ല അൻ യുംസി, അസ്തമിക്കുന്നതിന് മുമ്പ്, ഫഹുവ ഫീ അഹ്ലിൽ ജന്ന, ഓൻ സ്വർഗാവകാശിയാണ്. ഇന്ന് സ്വർഗം വാങ്ങിയോ വിശ്വാസികളെ? അള്ളാഹ് പറഞ്ഞല്ലേ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ സ്വർഗാവകാശിയാണ്, അത് കിട്ടുന്ന. ഇനി ഇതേ പ്രാർത്ഥന തന്നെ പറഞ്ഞു, ഇതാ വൈകുന്നേരം പറഞ്ഞു, രാത്രി മരിച്ചുപോയി, അവൻ സ്വർഗാവകാശിയാണ്. പക്ഷെ ഇത് പഠിക്കാൻ ആരയക്കൂല അറിയോ? ശൈത്താൻ അയക്കൂല. ഇത് ചൊല്ലാൻ ആരയക്കൂല? ശൈത്താൻ അയക്കൂല. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എനിക്ക് അള്ളാന്റെ അടുത്ത് ഇത് കിട്ടിയേ പറ്റൂ, ഇതിന്റെ ഒരു അവകാശമാണത് എന്ന് ചോദിച്ചു വാങ്ങാൻ നമുക്ക് പറ്റണം അല്ലേ? സലഫി ഇവിടെ ഓർമ്മപ്പെടുത്തിയൊരു പ്രാർത്ഥന അല്ലേ? എന്താ പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതങ്ങട്ട് ദിക്റിച്ച് 100 തവണ ചൊല്ലിയാൽ, ഇന്ന് രാവിലെ സുബഹി കഴിഞ്ഞിട്ട് പള്ളിയിലിരുന്ന് ഇങ്ങനെ ചൊല്ലി, അദ്ദേഹം പറഞ്ഞത് നല്ല നോമ്പുകാരന് പകലുറങ്ങാൻ നേരം കിട്ടൂല. മറ്റെന്താ അറിയോ? കോട്ടായിട്ട് അങ്ങനെ പള്ളിന്റെ സൈഡിൽ തന്നെ ചിലപ്പോൾ കിടക്കും, എന്നിട്ട് 8-9 മണിക്ക് നീശന് പോരും, അല്ലെങ്കിൽ പെരയിൽ വന്ന് കടന്നുറങ്ങും അല്ലെ? ഈ ദിക്ർ ചൊല്ലിയാൽ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? 10 അടിമകളെ മോചിപ്പിച്ച് കൂലി അപ്പ കിട്ടുന്ന. 10 അടിമകളെ മാത്രല്ല 100 നന്മകൾ അള്ളാഹു അപ്പ രേഖപ്പെടുത്തും. 100 തിന്മകൾ, 100 പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയും. അത് മാത്രല്ല, അന്നത്തെ പകല് മുഴുവൻ പിശാചിൽ നിന്ന് അള്ളാഹു അവനെ സുരക്ഷിതമാക്കും. ചീത്ത കാണാൻ തോന്നൂല, കേൾക്കാൻ തോന്നൂല, ഒന്നിനും തോന്നൂല. അങ്ങനെ അവൻ അള്ളാഹു സംരക്ഷിക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതിലും മികച്ച പ്രവൃത്തി
നാളെ പരലോകത്ത് ആരും കൊണ്ടുവരൂല ഞാൻ. ഇന്ന് പറഞ്ഞോ? ഇന്ന് അസർ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് അതിനെ ചെലവഴിക്കാൻ നമുക്ക് പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കണം. പ്രയാസങ്ങൾ വരുമ്പോ, അള്ളാന്റെ സംരക്ഷണം കിട്ടാൻ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, ഇതിനൊക്കെ റഹ്മാനായ റബ്ബിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോ നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പൊ നമ്മൾ ആരും പ്രാർത്ഥിക്കൂല. ഒരു ചരിത്ര സംഭവം ഞാൻ പറഞ്ഞുതരാം അല്ലെ. അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പ്രാർത്ഥിക്കാൻ എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ. ചെറിയൊരു പ്രാർത്ഥന നമുക്കറിയോ, മരിച്ചാ കേട്ടല പ്രാർത്ഥന. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവേ നീ എനിക്ക് ഒരു മുസീബത്ത് തന്നിട്ടുണ്ട്, പ്രയാസം തന്നിട്ടുണ്ട്, പക്ഷേ ഇതിനേക്കാൾ നല്ലതിന് എനിക്ക് പകരം നൽകണമേ എന്ന്. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയണേ, പിന്നീട് അബൂ സലമ മരിച്ചതിന് ശേഷം അവര് വിവാഹം കഴിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എനിക്ക് അതിനേക്കാൾ ഉത്തമമായനെ അള്ളാഹു തന്നു എന്നാണ്. അപ്പൊ ഒരു പ്രയാസം വരുമ്പോ നിരാശല്ലാതെ പ്രാർത്ഥിക്കാൻ കഴിയുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്ന് നമ്മൾ അറിയണം. അതോടൊപ്പം സഹോദരങ്ങളെ, ചില സമയങ്ങൾ നമ്മൾ അറിയണം. ശ്രദ്ധയോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ചില സമയങ്ങൾ നമ്മൾ അറിയണം. റസൂലുള്ളാഹി പറയാണ്, അയ്യുദ്ദുആഇ അസ്മഅ. സഹാബത്ത് ചോദിക്കുക, റസൂലെ ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലാണ് ഉത്തരം കിട്ടാന്ന്? ഉടനെ പറഞ്ഞു, ജൗഫുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അന്ത്യസമയം. അല്ലെ, സലഫിയുടെ ക്ലാസ് എടുത്ത് പറഞ്ഞില്ലേ, പ്രഭാതത്തിന്റെ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. മറ്റൊന്ന് ദുബർ സ്വലാത്തിൽ മക്തൂബ, ഫർള് നിസ്കാരം കഴിഞ്ഞ് അദ്കാറുകളൊക്കെ ചൊല്ലിയതിനു ശേഷം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മള് സുന്നി സഹോദരങ്ങളെ നമ്മൾ കുറ്റം പറയാം. എന്തിനാ? ഒരു ജമാഅത്തിന് ശേഷം അടുത്ത ജമാഅത്ത് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ കുറ്റം പറയാം അല്ലേ. തക്ബീറത്തും തസ്ലീമും വരെ ഉള്ളത് ജമാഅത്ത് നിസ്കാരാണ്, കൂട്ടപ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൂട്ടപ്രാർത്ഥന നടത്താൻ, അത് ഇസ്ലാമിലില്ല. എന്നാൽ നമ്മൾ അങ്ങോട്ട് ഇസ്ലാം അങ്ങോട്ട് സ്വീകരിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടിയ പിന്നെ ഒന്നുമില്ലാത്ത ആൾക്കാരായി അല്ലേ. പറ്റൂല. അദ്കാറുകളൊക്കെ ചൊല്ലി നമുക്ക് റഹ്മാനായ റബ്ബിനോട് തല്ലൂടാനുള്ള സമയ. പടച്ചോനെ എനിക്കത് വേണം, പടച്ചോനെ എനിക്ക് ഇന്നത് വേണം, പടച്ചോനെ എനിക്ക് ഇന്നത് കൊണ്ട, പടച്ചോനെ എനിക്ക് സ്വർഗം കൊണ്ട, ഇന്നെ നരകത്തുനിന്ന് കഴിച്ചിലാക്കുക. അള്ളാന്റെ റസൂൽ പറയാം, 3 തവണ രാവിലെയും വൈകുന്നേരം ഒരാള് അള്ളഹാനോട് വാശി പിടിച്ച് ചോദിക്കാണ്, എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, പടച്ചോനെ എനിക്ക് സ്വർഗം കൊണ്ട, വ അസ്തജീറുക മിനന്നാർ, പടച്ചോനെ നരകത്തിലാക്കല്ലേ. 3 പ്രാവശ്യം ചോദിച്ചു. രാവിലെ വൈകുന്നേരം ചോദിച്ചു. ഈ 3 വട്ടം സ്വർഗം കൊണ്ട നരകം വേണ്ട, സ്വർഗം കൊണ്ട നരകം വേണ്ട. അള്ളാഹ് പറയാ, ഞാനവന് കൊടുക്കുന്ന ഒരു വാശി. പക്ഷെ ഈ പ്രാർത്ഥന നമ്മെ ചൊല്ലാൻ ആരയക്കൂല? ശൈത്താൻ അയക്കൂല. അതുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ളൊരു അവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഇപ്പൊ നമ്മൾ തറാവിയ നിസ്കരിക്കാണ്, അതിനുശേഷം നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കാണ്. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. അതേപോലെ ഫർള് നിസ്കാരത്തിന് ശേഷം എന്ത് തിരക്കുണ്ടെങ്കിലും സഹോദരങ്ങളെ, ആ നിസ്കാരത്തിന് ശേഷം ഒരു 5 മിനിറ്റ് അത് കയ്യും കാലൊക്കെ ഒന്ന് അടക്കി വെച്ച് ആ മൊബൈൽ ഒന്നാണ് വലിച്ചെറിഞ്ഞങ്ങാണ്ട് ഒന്നങ്ങോട്ട് കണ്ണടച്ച് അള്ളാഹ് ചോദിക്കുക. സഹോദരിമാരെ നിങ്ങൾ പ്രത്യേകിച്ചു വീട്ടിന്റെ ഉള്ളിൽ നിങ്ങളോട് പറഞ്ഞാണ്, നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കും, നോമ്പ് കൃത്യമായിട്ട് നോൽക്കും, ഭർത്താവിനനുസരിക്കും ചെയ്താൽ നിങ്ങളെ സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെ നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഇതിലും വലിയ ചാൻസ് നിങ്ങൾക്കല്ലാതെ എനിക്ക് അസൂയങ്ങളോട്. 3 കാര്യം ചെയ്താൽ മതി. വ്യഭിചരിക്കരുത്, ഭർത്താവിനനുസരിക്കണം, 5 നേരം നിസ്കരിക്കണം, നോമ്പ് കട ഉണ്ടാകരുത്. നിങ്ങൾക്ക് പാലിക്കാൻ വല്ല തടസ്സമുണ്ട്? സ്വർഗത്തിന്റെ 8 കവാടത്തിൽ നിങ്ങൾക്ക് പെർമിറ്റ് ഉണ്ട്. ഏതെങ്കിലും ഒന്നുകൂടി കയറി കിട്ടിയാൽ മതി വിചാരിച്ചിട്ട് നമ്മൾ ഇടങ്ങാനാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാവണം. മറ്റൊരു സമയം തരങ്ങളിൽ ബാങ്ക് കൊടുക്കൂലേ, ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും അലസാകരുത്, ഒരു ജാഗ്രത വേണം. എത്ര തിരക്കാണെങ്കിലും നമ്മൾ മൊബൈല് ഒക്കെ ഒന്ന് ഓഫാക്കി ഒന്ന് ആ ബാങ്കിന് എന്ത് ചെയ്യുക, ഒരു ജവാബ് കൊടുക്കുക. എന്നിട്ട് പള്ളിയിൽ വരിക, ആ ഓടിക്കതച്ച് വരുന്ന ആ സിസ്റ്റം തന്നെ നിർത്തുക. അവസാനത്തെ തസ്ലീമാണ് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കില്ലേ,
അങ്ങനെയല്ല, നേരത്തെ വരിക, ആ ബാങ്ക് കൊടുത്ത് ബാങ്കിന് ഉത്തരമൊക്കെ പറഞ്ഞ് പള്ളിയിൽ ഇരിക്കുക. എന്നിട്ട് ആ ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ അള്ളാഹിനോട് ഒരാൾ ചോദിച്ചാൽ ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ ഒരാൾ അള്ളാഹിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നതാണ്. അത് മിസ്സാക്കാൻ ആര് മെനക്കെടും? ശൈത്താൻ മെനക്കെടും. ജമാഅത്ത് മുക്കാലിനല്ലേ അല്ലേ? ശരി. ഇനി സഹോദരങ്ങളെ, ആ ചോദ്യം എങ്ങനെ ആയിരിക്കണം? ആ ചോദ്യത്തിനും പ്രത്യേകത ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുമ്പോൾ സുജൂദിലാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് ഉത്തരം കൂടുതൽ കിട്ടുന്നതാണ്. ഓൻ സുജൂദിലായിരിക്കുമ്പോഴാണ് അടിമ ഉടമയോട് ഏറ്റവും അടുത്ത സമയം. അപ്പൊ നിങ്ങൾ ദുആ അധികരിപ്പിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഉത്തരം കിട്ടുമെന്ന ദൃഢവിശ്വാസത്തോടു കൂടി ആയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അല്ലാഹ് ഏറ്റവും സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. അവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രാർത്ഥിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, ഹംദും സ്വലാത്തും ചൊല്ലി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. കഅബക്ക് അഭിമുഖമായി ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു മര്യാദയായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ തവാളുഓടുകൂടി വിനയത്തോടു കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഫർള് നിസ്കാരത്തിന് ശേഷമാണ് പ്രാർത്ഥന കൈ ഉയർത്താൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രവാചകൻ ചെയ്യാത്തത്. ബാക്കി സമയങ്ങളിലൊക്കെ കൈ ഉയർത്തുന്നതിന് യാതൊരു പ്രതിസന്ധിയും ഹദീസുകളിലോ പ്രമാണങ്ങളിലോ ഇല്ല. ഓരോ പ്രാർത്ഥനയും 3 തവണ ആവർത്തിച്ച് ചൊല്ലിയാൽ അതിന് ഉത്തരം കിട്ടാൻ ധാരാളം സാധ്യതകൾ ഉണ്ട് എന്നത് നമ്മൾ അറിയണം. സഹോദരങ്ങളെ, സത്യവിശ്വാസിയുടെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥന അല്ലെങ്കിൽ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് മനസ്സ് തട്ടി വളരെ ശുദ്ധമായ ശരീരത്തോടു കൂടി ശുദ്ധമായ മനസ്സോടു കൂടി ആത്മാർത്ഥമായി അള്ളാഹിനോട് ചോദിച്ചാൽ ഉത്തരം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. നിരാശയില്ലാതെ ജീവിക്കാനും നാളെ പരലോകത്തും അത് ഏറ്റവും ഫലപ്രദമായിരിക്കും. ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചാൽ, ഇനി നിങ്ങൾക്ക് അള്ളാഹ് പരിഗണിക്കണമെങ്കിൽ അള്ളാഹു തന്നെ തീരുമാനിക്കണം. അത്രമാത്രം പാപികളാണ് നമ്മൾ, അത്രമാത്രം ജീവിതത്തിൽ ശ്രദ്ധയില്ലാത്തവരാണ് നമ്മൾ, അത്രമാത്രം അലസന്മാരും മടിയന്മാരുമാണ് നമ്മൾ. ഒരു ക്രമം ജീവിതത്തിൽ മതപരമായി നമുക്കില്ല. അതൊക്കെ അള്ളാഹു നമ്മെ കണ്ടു പരിഗണിച്ച് നാഥൻ നമ്മെ തൃപ്തിപ്പെടണമെങ്കിൽ അള്ളാഹ് ഇങ്ങോട്ട് നമ്മെ അനുഗ്രഹിച്ച് പരിഗണിക്കണമെങ്കിൽ നമ്മൾ മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുള്ള വ്യക്തികളായി നമ്മൾ മാറണം. പ്രവാചകന്മാരെ അള്ളാഹു സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ പ്രവാചകന്മാർ കാലിൽ നീര് കെട്ടുമാറി എഴുന്നേറ്റ് നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മുടെ മനസ്സറിയുന്ന റഹ്മാനായ റബ്ബ് നമ്മെ പരിഗണിക്കണമെങ്കിൽ ജീവിതത്തിൽ നിരന്തരമായ പ്രാർത്ഥന നമുക്കുണ്ടാവണം. ഞാൻ ഒന്നുകൂടി പറയുന്നു സഹോദരങ്ങളെ, നമ്മൾ ഓരോ പകലും രാത്രിയും നടത്തേണ്ടുന്ന പ്രാർത്ഥനകൾ കൃത്യമായി പഠിക്കണം. അത് അർത്ഥസഹിതം പഠിക്കണം. അത് പോക്കറ്റ് ബുക്കുകളായി നമുക്ക് ലഭിക്കും. നമ്മുടെ കയ്യിലുണ്ടാവണം, യാത്രയിലുണ്ടാവണം, നമ്മുടെ കാറിൽ മുഴങ്ങി കേൾക്കണം, വീടുകളുടെ ചുമരുകളിൽ എഴുതി വെക്കണം. എന്താണ് ഒതുവെടുത്താലുള്ള പ്രാർത്ഥന? മക്കൾ നോക്കി പഠിക്കട്ടെ. എന്താണ് ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥന? മക്കൾ പഠിക്കട്ടെ. എന്താണ് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥന? മക്കൾ പഠിക്കട്ടെ. അവങ്ങനെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന, കണ്ണ് തിരുമ്പി മോനെ പറയടാ, ഇത് പ്രാർത്ഥിക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വീടിന്റെ പുറത്ത് ബിസ്മില്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, നോക്കടാ, പ്രാർത്ഥിക്കടാ മോനെ, മോളെ, അതൊന്ന് പ്രാർത്ഥിക്ക്. ഇങ്ങനെ പ്രാർത്ഥന ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മുടെ ജീവിതത്തിൽ എല്ലാ തിന്മകളിൽ നിന്നും മോചനം ലഭിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ, നമ്മുടെ ജീവിതത്തിൽ ചിട്ടയുണ്ടാവാൻ പ്രാർത്ഥന അനിവാര്യമാണ്. വിശ്വാസ വിശുദ്ധി അനിവാര്യമാണ്. ജീവിത വിശുദ്ധി അനിവാര്യമാണ്. സാമ്പത്തിക വിശുദ്ധി അനിവാര്യമാണ്. എങ്കിലാണ് ഒരാൾ മുഅ്മിനാവുക.
അങ്ങനെയുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം രോഗികളുണ്ട്. റഹ്മാനായ റബ്ബ് ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മളേറെ സ്നേഹിക്കുന്ന ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയുള്ള കാലം തഖ്വയോടുകൂടി ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.